ബൈ റെഡി ബൈ ഗുങ്കു. അപ്പോ റെഡി അല്ലേ ഗേൾസ്? നമ്മൾ എവിടെയാ പോകുന്നേ? ഫോർ വാട്ട്? എന്തിനാ? ചിന്നു ബ്രൈഡ് ടു ബി. അപ്പൊ നമ്മള് ചിന്നുവിന്റെ എൻഗേജ്മെന്റ് വരാണ്. ചിന്നു ദ ബ്രൈഡ് എൻ്റെ അനിയത്തിയാണ്. അവളുടെ എൻഗേജ്മെന്റ് വരാണ്. ഈ 1 month ഉണ്ട്. പക്ഷെ ഞാൻ അവൈലബിൾ അല്ല. ഞാൻ മലപ്പുറത്തായതുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് നടക്കാത്തതുകൊണ്ട് നമ്മൾ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ആ ഒരു പ്രോസസ്സ് അവിടെ കഴിച്ചേക്കാൻ വേണ്ടി. സോ ഐ മീൻ ഡ്രസ് മെറ്റീരിയൽസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ നോക്കണം, അതിന് വേണ്ട ഓർണമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് സ്യൂട്ട് ആവാൻ നോക്കണം, അങ്ങനെ എക്സെട്ര കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മൾ SM-ലേക്കാണ് പോകുന്നത്. SM-ൽ പോയിട്ട് SM-ലാകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനും ചിന്നും കിങ്ങിനും കൂടിയാണ് ഞങ്ങൾ 3 ആള് പോകുന്നത്. കന്നഡൻ ജസ്റ്റ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ വരികയാണ്. ബിക്കോസ് മുമ്പ് ഒറ്റയ്ക്കാണ് വീട്ടിൽ. നമ്മൾ പോയിട്ട് ഒരു നൈറ്റ് ആവും, മതിയാവും. ഓഫ്കോഴ്സ് നൈറ്റ് ആവും, എന്തായാലും ഷോപ്പിംഗ് അല്ലേ. അപ്പോൾ ടൈം വന്നത് 11:45. നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പല വ്ളോഗിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിന്നൊരു ഫുഡ് ഇസ് ഫസ്റ്റ്. ഓള് ചിന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡ് ഓർമ്മ വരും. എനിക്ക് പേര് ചിന്നു ഇങ്ങനെ പുറത്താവാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം താമസിച്ച വീടാട്ടത്. എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ ചിന്നു +2 അല്ലേ? ഞാൻ +2 വരെ താമസിച്ച വീടാണത്. SM-ലെത്തിയപ്പോൾ നേരെ ഞങ്ങൾ വിട്ടത് ടോപ്പ് ഫോമിലേക്കാണ്. ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണമായിരുന്നു. അങ്ങനെ ബിരിയാണിയും ഫ്രൈഡ് റൈസും എന്ന് പറയുന്നത് ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ എത്തി. ഞങ്ങൾ മെല്ലെ ലഞ്ച് കഴിച്ചു. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നേരെ ഡ്രസ്സ് എടുക്കാൻ പോകണം. പരാഗിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഒരുപാട് ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ബ്ലൗസിന് വേണ്ടതും സ്കേർട്ടിന് വേണ്ടതും അങ്ങനെ ചിന്നിങ്ങനെ ഓരോന്നോരോന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വീഡിയോയിൽ ഞങ്ങൾ എന്താണ് എടുത്തതെന്ന് ഞങ്ങൾ കാണിക്കുന്നില്ല. ഐ മീൻ എൻഗേജ്മെൻറ്റിന് എന്താണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തതെന്നൊന്നും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഒക്കെ അന്ന് കാണാമല്ലോ, സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് കാണിക്കാൻ വെക്കുന്നത്. പിന്നെ ബ്ലൗസിനും സ്കേർട്ടിന് വേണ്ട ലേസൊക്കെ ഞങ്ങൾ അവിടെ തന്നെ മേടിച്ചു അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഓരോന്നൊക്കെ വാങ്ങിയിട്ട് അവിടുത്തെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് സൺഡേ മാളിലേക്കാണ്. ചിന്നിനും കെണിക്കും എന്തൊക്കെ ഇയറിങ്സൊക്കെ വാങ്ങണമായിരുന്നു. എനിക്ക് വാങ്ങണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കുറേ ഓരോന്നൊക്കെ നോക്കി. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹ്യൂജ് കളക്ഷൻസാണ്. കമ്മൽ മാത്രമല്ല, അവിടെ പോയാൽ കിട്ടാത്ത സാധനങ്ങളില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ചെരുപ്പ് എടുക്കാനാണ് ചിന്നുവിന് എൻഗേജ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഷൂ മോഡലാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം സ്കേർട്ട് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഷൂ മതിയെന്ന്. അപ്പോൾ അവിടെ ഓരോന്നൊക്കെ നോക്കിയിട്ട് അതിനൊന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഒറ്റന്നേ വാങ്ങിയിട്ടുള്ളൂ എന്തായാലും.
ഓർണമെൻറ്റ്സ് നോക്കുമ്പോൾ ഈ റെൻറ്റഡ് ഓർണമെൻറ്റ്സ് എനിക്കും ചിന്നുവിനൊക്കെ എടുക്കാനുള്ളത്. പക്ഷേ സത്യമാണെങ്കിൽ കുറേ വീഡിയോസ് വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയതാണ്. കംപ്ലീറ്റ്ലി ഞാൻ മറന്നുപോയി. ഞാൻ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നുപോയി. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്ന് നടന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നക്ഷത്ര ഡിസൈൻസിൽ പോയിട്ടോ, ബ്ലൗസും സ്കേർട്ടും ഞങ്ങൾ അവിടെയാണ് അവൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. നല്ല റഷായിരുന്നു. എന്തായാലും ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തു. എന്തായാലും ഒക്കെ അടിപൊളിയായി നടന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.